പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്നെനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ബാലനായ ദാവീദ് എന്നുള്ളതാണ്. ബാലനായ ദാവീദ് ഒരു ഇടയബാലനായിരുന്നു. മനുഷ്യരുടെ കാഴ്ചയിൽ അവൻ വലിയവനല്ലായിരുന്നു. എന്നാൽ ദൈവം അവന്റെ ഹൃദയം കണ്ടു അവനെ തിരഞ്ഞെടുത്തു. ലോകം പുറം രൂപം നോക്കുമ്പോൾ ദൈവം ഉള്ളിലെ ആത്മാവിനെ നോക്കുന്നു. ഇത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ രഹസ്യമാണ്. ദൈവം ചെറുതായി തോന്നുന്നവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. മനുഷ്യരുടെ വിലയിരുത്തൽ ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ കഴിയില്ല. അതിനാൽ നാം ദൈവത്തിനു മുന്നിൽ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കണം. ദാവീദിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വിളി മനുഷ്യരുടെ വിലയിരുത്തലിനെ ആശ്രയിക്കുന്നില്ല എന്നതാണ്. പലപ്പോഴും ലോകം നമ്മെ ചെറുതായി കാണുമ്പോഴും ദൈവം വലിയ പദ്ധതികൾ നമ്മിൽ കാണുന്നു. ദൈവം പുറത്തുള്ള രൂപം നോക്കാതെ ഉള്ളിലെ വിശ്വാസവും ശുദ്ധതയും നോക്കുന്നു. സുറിയാനി സഭ പിതാവായ വിശുദ്ധ അപ്രേം പറയുന്നു, ദൈവം തന്റെ ദാസന്മാരെ രഹസ്യത്തിൽ രൂപപ്പെടുത്തുന്നു. അതിനാൽ ദൈവത്തിന്റെ കണ്ണിൽ ചെറുതായി തോന്നുന്ന ജീവിതം പോലും വലിയ ദൈവപരിപാടിയുടെ ഭാഗമായിരിക്കും. 1 ശമൂവേൽ 16:7 പറയുന്നു, മനുഷ്യന് നോക്കുന്നതുപോലെയല്ല, മനുഷ്യന് കാഴ്ചപ്രകാരം നോക്കുന്നു. കർത്താവ് ഹൃദയത്തെ നോക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ പുറം പ്രകടനങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകാതെ ഉള്ളിലെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കണം. ദൈവം കാണുന്നത് നമ്മുടെ രഹസ്യ ജീവിതമാണ്. അതിനാൽ അതിൽ വിശുദ്ധി വേണം. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിനു മുന്നിൽ സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കണം. ദാവീദ് വയലുകളിൽ ഏകാന്തതയിൽ ജീവിച്ചു. ആ നിശബ്ദതയിൽ അവൻ ദൈവത്തെ കൂടുതൽ അറിയാൻ പഠിച്ചു. ഏകാന്തത അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു പരിശീലന കാലമായി. പലപ്പോഴും ദൈവം മനുഷ്യനെ ഏകാന്തതയിൽ രൂപപ്പെടുത്തുന്നു. നിശബ്ദതയിൽ ആത്മാവ് ശക്തമാകുന്നു. ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. ദാവീദിന്റെ ജീവിതത്തിലെ സമ്മർദ്ദവും ശത്രുക്കളുടെ ആക്രമണവും അനുഭവിച്ച സമയത്തു ദാവീദ് പറഞ്ഞു. സങ്കീർത്തനം 62:1 പറയുന്നു, എന്റെ ആത്മാവ് ദൈവത്തെ നോക്കി പാർത്തു, എന്തെന്നാൽ എന്റെ രക്ഷ തന്നിൽ നിന്നാകുന്നു. നമ്മൾ ഏകാന്തതയെ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് അത് ദൈവത്തെ കേൾക്കാനുള്ള അവസരമായി കാണണം. മൊബൈൽ, സോഷ്യൽ മീഡിയ എന്നിവയിൽ നിന്ന് കുറച്ച് സമയം മാറി ദൈവത്തോടൊപ്പം ഇരിക്കാൻ പഠിക്കണം. അപ്പോൾ മാത്രമേ ആത്മാവ് ശക്തമാകൂ. ദാവീദ് ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയ ഉത്തരവാദിത്വങ്ങൾ പോലും വിശ്വസ്തയോടെ നിറവേറ്റി. അവൻ ആരും കാണാത്ത സ്ഥലത്തും ദൈവത്തിനു മുമ്പിൽ ശരിയായ ജീവിതം നയിച്ചു. സിംഹവും കരടിയും വന്നപ്പോൾ പോലും അവൻ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചു. ഇത് അവന്റെ ഭാവിയിലെ വലിയ വിളിക്കുള്ള പരിശീലനമായിരുന്നു. ദൈവം ഒരാളെ വലിയ കാര്യങ്ങൾക്ക് മുമ്പ് ചെറിയ കാര്യങ്ങളിൽ പരീക്ഷിക്കുന്നു. അതിനാൽ നാം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കണം. നമ്മുടെ പഠനത്തിലും വീട്ടിലുമുള്ള ഉത്തരവാദിത്വങ്ങളിലും വിശ്വസ്തരാകണം. ദാവീദ് വയലുകളിൽ ഏകാന്തതയിൽ ജീവിച്ചു. ആ നിശബ്ദതയിൽ അവൻ ദൈവത്തെ കൂടുതൽ അറിയാൻ പഠിച്ചു. ഏകാന്തത അവന്റെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു പരിശീലന കാലമായി. പലപ്പോഴും ദൈവം മനുഷ്യനെ ഏകാന്തതയിൽ രൂപപ്പെടുത്തുന്നു. നിശബ്ദതയിൽ ആത്മാവ് ശക്തമാകുന്നു. ലോകത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. ദാവീദ് തന്റെ ഒറ്റപ്പെടലിനെ ശാപമായി കണ്ടില്ല, മറിച്ച് ദൈവത്തിന്റെ സ്കൂളായി കണ്ടു. അവിടെ അവൻ ദൈവത്തിന്റെ ഹൃദയം പഠിച്ചു. ദാവീദിന്റെ ഏകാന്തയിൽ ദാവീദ് പറഞ്ഞു. സങ്കീർത്തനം 63:1 പറയുന്നു, എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. ദാഹിച്ച് വരണ്ട് വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെ എന്റെ ആത്മാവ് നിനക്കായി ദാഹിച്ചിരിക്കുന്നു. സുറിയാനി സഭ പിതാവായ നിനുവായിലെ വിശുദ്ധ ഇസഹാക്ക് പറയുന്നു. നിശബ്ദതയിൽ ആത്മാവ് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ വ്യക്തമായി കാണുന്നു. അതുകൊണ്ട് നാം ഏകാന്തതയെ ഭയപ്പെടേണ്ടതില്ല. അത് ദൈവം നമ്മെ വളർത്തുന്ന സമയമാണ്. ലോക ശബ്ദങ്ങളിൽ നിന്ന് മാറി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിക്കണം. ദാവീദിന്റെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ സത്യമാണ്. ദാവീദ് ആളുകൾ കാണുന്ന സമയങ്ങളിൽ മാത്രമല്ല, ആരും കാണാത്ത വയലുകളിലും ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തനായി ജീവിച്ചു.
അവൻ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്നപ്പോൾ അതൊരു സാധാരണ ജോലി പോലെ തോന്നിയേക്കാം. പക്ഷെ അവൻ അതിനെ ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഉത്തരവാദിത്വമായി കണ്ടു. മനുഷ്യരുടെ പ്രശംസയോ അംഗീകാരമോ ഇല്ലാത്ത സ്ഥലത്തും അവൻ സത്യസന്ധനായി നിലകൊണ്ടു. അവന്റെ ജീവിതത്തിലെ ഈ വിശ്വസ്തത തന്നെയാണ് അവന്റെ ഭാവിയിലെ വിളിയുടെ അടിത്തറയായത്. സിംഹവും കരടിയും വന്നപ്പോൾ പോലും അവൻ ഭയപ്പെട്ടില്ല. കാരണം അവന്റെ വിശ്വാസം പൊതുജനങ്ങൾക്ക് മുന്നിൽ മാത്രമല്ല, രഹസ്യ ജീവിതത്തിലും ശക്തമായിരുന്നു. ദൈവം ഒരാളെ ഉയർത്തുന്നതിന് മുമ്പ് അവന്റെ രഹസ്യ ജീവിതം പരിശോധിക്കുന്നു എന്ന സത്യം ഇവിടെ വ്യക്തമാണ്. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്കു എഴുതിയ ലേഖനം 3:23 പറയുന്നു, മനുഷ്യരെ ഉദ്ദേശിച്ച് എന്ന പോലെയല്ല, നമ്മുടെ കർത്താവിനായിട്ട് എന്നതുപോലെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പൂർണ്ണ മനസ്സോടെ ചെയ്യുവിന്. സ്വർണനാവുകാരനായ വിശുദ്ധ ഈവാനിയോസ് പറയുന്നു, ദൈവം മനുഷ്യന്റെ ആരും കാണാത്ത വിശ്വസ്തതയെ നോക്കി അവന് വലിയ ആത്മീയ അധികാരം നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ചെറിയ കാര്യങ്ങളെ അവഗണിക്കരുത്. പഠനം, കുടുംബ ഉത്തരവാദിത്വങ്ങൾ, ദൈനംദിന ശീലങ്ങൾ, ആത്മീയ ജീവിതം എല്ലാം ദൈവം ശ്രദ്ധിക്കുന്നു. മനുഷ്യർ കാണാത്തിടത്താണ് ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നത്. അവിടെയാണ് യഥാർത്ഥ ആത്മീയ ശക്തി വളരുന്നത്. അതെ, അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന സത്യം. നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ചെറുതാണെന്ന് തോന്നിയേക്കാം. പഠനം, ഹോംവർക്ക്, വീട്ടിലെ ചെറിയ സഹായങ്ങൾ, സമയക്രമം പാലിക്കൽ തുടങ്ങിയവ. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചയിൽ അത് ചെറുതല്ല. ദൈവം നോക്കുന്നത് വലിയ കാര്യങ്ങൾ അല്ല, മറിച്ച് നാം ചെയ്യുന്ന കാര്യങ്ങളിലുള്ള വിശ്വസ്തതയാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായി ജീവിക്കുമ്പോൾ അതാണ് ദൈവം വലിയ ഉത്തരവാദിത്വങ്ങൾക്ക് നമ്മെ ഒരുക്കുന്നത്. മനുഷ്യർ കാണുന്ന വിജയമല്ല ദൈവം നോക്കുന്നത്, മറിച്ച് ആരും കാണാത്തിടത്തുള്ള നമ്മുടെ വിശ്വാസവും പരിശ്രമവുമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിനു മുമ്പിൽ ചെയ്യുന്ന പോലെ വിശ്വസ്തയോടെ ചെയ്യണം. ദാവീദ് ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ജീവിച്ചു. അവന്റെ ജീവിതം ഒരു ആരാധനയായി മാറി. സന്തോഷത്തിലും ദുഃഖത്തിലും അവൻ ദൈവത്തെ വിട്ടുപോയില്ല. സ്തുതി അവന്റെ ഉള്ളിലെ ഭയം നീക്കി. പ്രാർത്ഥന അവന്റെ ആത്മാവിനെ ശക്തമാക്കി. അവൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ പഠിച്ചു. ദാവീദ് രാജാവ് ഫിലിസ്ത്യരുടെ ഇടയിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ച ശേഷം ദൈവത്തിന്റെ സംരക്ഷണത്തിനും വിടുതലിനും നന്ദി പറയാൻ എഴുതിയ സ്തോത്രഗീത സങ്കീർത്തനം 34:1 പറയുന്നു, ഞാന് കർത്താവിനെ എപ്പോഴും വാഴ്ത്തും. തന്റെ സ്തുതികൾ എല്ലാ സമയവും എന്റെ വായിലുണ്ടായിരിക്കും. അവസാനമായി ദാവീദിന്റെ ജീവിതം നമ്മെ പതിപ്പിക്കുന്നത് ഇതാണ്: ദൈവം വലിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് വലിയ ആളുകളിലൂടെ അല്ല, മറിച്ച് വിശ്വസ്തമായ ഹൃദയങ്ങളിലൂടെയാണ്. ആരും കാണാത്തിടത്ത് ദൈവത്തിനു മുമ്പിൽ സത്യസന്ധമായി ജീവിച്ച ദാവീദിനെ ദൈവം സമയത്ത് ഉയർത്തി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യവും ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ പഠനത്തിൽ, വീട്ടിൽ, സഭയിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലായിടത്തും വിശ്വസ്തത കാണിക്കണം. മനുഷ്യരുടെ പ്രശംസയ്ക്കായി അല്ല, ദൈവത്തിന്റെ സന്തോഷത്തിനായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. ദൈവം കാണുന്നത് നമ്മുടെ പുറം വിജയങ്ങളല്ല, ഉള്ളിലെ ഹൃദയമാണ്. അതിനാൽ ദാവീദിനെ പോലെ നാം കൂടി വിശ്വസ്തരായിരിക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധരായി ജീവിക്കുമ്പോൾ ദൈവം തന്റെ സമയത്ത് നമ്മെയും ഉയർത്തും. അവൻ നമ്മെ ഒരുക്കുന്നു, രൂപപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൈകളിലുള്ള ജീവിതം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ. ജയ് ക്രൈസ്റ്റ്.